വേദവിചാരം എന്ന ഈ പരമ്പരയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രാർത്ഥനയോടുകൂടി ഇന്ന് നമുക്ക് ദൈവവചനങ്ങളെ ചിന്തിപ്പാം. സ്നേഹിയാകുന്ന സ്വർഗപിതാവിൻ ദൈവമേ, ഒരിക്കൽ കൂടി അങ്ങയുടെ തിരുവചനങ്ങളെ ധ്യാനിപ്പാൻ അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ അവസരത്തിനായിട്ട് നന്ദിയോടെ അങ്ങ് ഞങ്ങൾ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ കേൾക്കുന്ന വചനമൊക്കെയും പ്രാവർത്തികമാക്കി അങ്ങോട് ചേർന്ന് അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിപ്പാൻ അങ്ങ് കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുന്ന എല്ലാ മക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് അവരുടെ ഹൃദയത്തെ തുറന്ന് അവരുടെ കാതുകളിലൂടെ ആ ഹൃദയത്തിൽ സ്വീകരിച്ച വചനം ഏറ്റെടുത്ത് അനുഗ്രഹമായി മുമ്പോട്ട് പോകാൻ സഹായിക്കണമേ. ബലഹീന നടീനെയും കരങ്ങളിൽ സമർപ്പിക്കുന്നു. അങ്ങ് നൽകിയിരിക്കുന്ന കൃപയിൽ നിന്ന് വചനം ഘോഷിപ്പാൻ അങ്ങ് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് യേശുവിനകത്ത് അപേക്ഷിക്കുന്ന പ്രാർത്ഥന പിതാവ് കേൾക്കണമേ. ആമേൻ. നമ്മുടെ ചിന്തയ്ക്കായി റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 28-ാമത്തെ തിരുവചനം. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവൻ്റെ ഉദ്ദേശമനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകല കാര്യങ്ങളും അവൻ നന്മയ്ക്കായി പ്രവർത്തിക്കുന്നുവെന്ന് നാം അറിയുന്നു. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, വളരെ അധികം ഉദ്ധരിക്കുകയും നമുക്ക് വലിയ ആശ്വാസം നൽകുകയും ചെയ്യുന്ന വചനങ്ങളിലൊന്നാണ് റോമർക്കെഴുതിയ ലേഖനത്തിൻ്റെ 8-ാം അധ്യായത്തിൽ 28-ാമത്തെ ഈ തിരുവചനം. എന്ന് പറയുമ്പോൾ നമ്മുടെ കഷ്ടതയിൽ പ്രത്യാശയും അനിശ്ചിതത്വത്തിൽ ആത്മവിശ്വാസവും ജീവിതത്തിൻ്റെ വെല്ലുവിളികളിൽ നമുക്ക് ഉറപ്പും നൽകുന്ന ദൈവത്തിൻ്റെ വചനമാണ് ഈ വചനം. അതോടൊപ്പം തന്നെ ഇത് പലപ്പോഴും തെറ്റായി മനസ്സിലാക്കുന്ന ഒരു വചനമായിട്ട് നമുക്കിതിനെ കാണുവാൻ കഴിയും. കാരണം എല്ലാം ദൈവം നന്മയ്ക്കായിട്ടാണ് ചെയ്യുന്നത് എന്നിവിടെ സൂചിപ്പിക്കുമ്പോൾ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും കടന്നു വരുന്ന സാഹചര്യങ്ങളിൽ എങ്ങനെയാണിത് നന്മയ്ക്കായി എന്ന് പറയുവാൻ കഴിയുന്നത് എന്നൊരു പക്ഷേ നാം ചിന്തിച്ചേക്കാം. സകല കാര്യങ്ങളും എന്ന് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതായത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവൻ്റെ ഉദ്ദേശമനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അതിനെ സകല കാര്യങ്ങളും അവൻ നന്മയ്ക്കായി പ്രവർത്തിക്കുന്നു. സകല കാര്യങ്ങളും എന്ന് പറയുമ്പോൾ അത് നമ്മുടെ സന്തോഷത്തിൻ്റെയും വിജയത്തിൻ്റെയും സമയങ്ങളിൽ മാത്രമല്ല, ദുഃഖത്തിൻ്റെയും പ്രത്യേകിച്ച് പ്രയാസങ്ങളുടെയും നഷ്ടങ്ങളുടെയും സമയങ്ങളിലും ഇത് നാം മനസ്സിലാക്കണം. കാരണം ജീവിതത്തിൽ എന്തു വന്നാലും ദൈവത്തെ അന്വേഷിക്കുന്ന, ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്ന, ദൈവവചനാധിഷ്ഠിതമായി ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അത് നന്മയിലേക്ക് ആണ് ദൈവം നയിക്കുന്നത് എന്നാണ് ഈ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അതൊരു പക്ഷേ കഷ്ടതകളിലൂടെയും വേദനകളിലൂടെയും കടന്നു പോകുമ്പോഴും അതിൻ്റെ സമപര്യാപ്തി നമ്മെ നന്മയിലേക്ക് ആണത് നയിക്കുന്നതെന്ന് നമുക്കൊരു പക്ഷേ മനസ്സിലാക്കുവാനൊക്കെ കഴിയുകയില്ല. കാരണം നാം എപ്പോഴും നമ്മുടെ മുമ്പിലുള്ള കാര്യങ്ങളാണ്, തൊട്ട് മുമ്പിലുള്ള കാര്യങ്ങളാണ് നാം കാണുന്നത്. എന്നാൽ ദൈവം ഒരു വ്യക്തിയെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ ആ വ്യക്തിയെ അറിയുന്നു, ആ വ്യക്തിയുടെ ജീവിതം എങ്ങനെയെന്നറിയുന്നു, അവൻ്റെ ഭാവി എങ്ങനെയെന്ന് ദൈവം അറിയുന്നുണ്ട്. അപ്പോൾ സർവജ്ഞാനിയാകുന്ന ദൈവത്തിന് മുഴുവനും നമ്മെക്കുറിച്ച് അറിയാം. അതുകൊണ്ട് തന്നെ ആ ഒരു വിശ്വാസം ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും പ്രയാസങ്ങളിലും ഒരു വ്യക്തിക്കുണ്ടാകുമ്പോഴാണ് അതിൽ ദൈവത്തിന് ആ പ്രയാസങ്ങളിലൂടെ നമ്മെ കടത്തിവിടുമ്പോൾ അതിന് നന്മയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തൊക്കണം കഴിയുന്നത്. പലപ്പോഴും നാം പ്രാർത്ഥിച്ചിട്ട് ഉത്തരങ്ങൾ ലഭിക്കുമ്പോൾ നമുക്കിത് ഈ വചനം ഏറ്റെടുക്കാം. എന്നാൽ പ്രാർത്ഥിച്ചിട്ടും മറുപടി ലഭിക്കാതിരിക്കുന്ന സാഹചര്യങ്ങളിലും വിശ്വാസത്തോടു കൂടി എത്രത്തോളം ഈ ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് വിശ്വസിക്കുവാൻ കഴിയുന്നുണ്ട് എന്ന് നാം ഓരോരുത്തരും പരിശോധിക്കേണ്ടിയിരിക്കുന്നു. നാം ദൈവവചനത്തിൽ ഒരു വ്യക്തിയെ നാം കാണുന്നുണ്ട്. പഴയ നിയമത്തിൽ യോസഫ് എന്ന വ്യക്തി നമുക്കറിയാം. ആ യോസഫിൻ്റെ ജീവിതത്തിൽ അവൻ കടന്നുപോയ സാഹചര്യങ്ങൾ ഏറെ
പ്രയാസങ്ങൾ ഉണ്ടാക്കിയ സാഹചര്യങ്ങളാണ്. തൻ്റെ പ്രിയപ്പെട്ടവർ, തൻ്റെ സഹോദരങ്ങൾ അവനെ വഞ്ചിക്കുകയാണ് എന്ന് പറയുമ്പോൾ, അവൻ കണ്ട സ്വപ്നം, ആ സ്വപ്നം വ്യാഖ്യാനിക്കുമ്പോൾ, സ്വപ്നം പറയുമ്പോൾ സഹോദരന്മാരൊക്കെയും അവനെ താണു വണങ്ങും എന്ന് പറയുമ്പോൾ അവർക്ക് അത് ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല. അവർ അവനെതിരെ അസൂയ പൂണ്ട് അവനെ ദ്രോഹിക്കുന്നതായിട്ടും അവനെ പൊട്ടക്കിണറ്റിൽ ഇടുന്നതായിട്ടും തുടർന്ന് മിസ്രൈമ്യർക്ക് അടിമയായി വിൽക്കുന്നതായിട്ടൊക്കെ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. അവന് മിസ്രൈമ്യ അടിമത്തത്തിൽ പോകുമ്പോഴും അവൻ്റെ ജീവിതം വളരെ ദുരിതപൂർണമായ ജീവിതമാണ്. കാരണം അവൻ ഇസ്രയേലിലല്ല, അല്ലെങ്കിൽ ഇസ്രയേൽ ജനതയുടെ കൂടെയല്ല, മറ്റൊരു രാജ്യത്ത് മറ്റൊരു ജനതകൾക്കിടയിൽ ബാല്യകാലത്ത് അവൻ്റെ ജീവിതം കഴിക്കേണ്ട ഒരു സാഹചര്യം. മാതാപിതാക്കന്മാരില്ല, സഹോദരങ്ങളില്ല, ആരും ഇല്ലാത്ത ഒരു സാഹചര്യം. എന്നാൽ നാം അവിടെയൊക്കെയും വായിക്കുന്ന ഒരു കാര്യം, ദൈവം യോസഫിനോട് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവനെ ദൈവം ആ കഷ്ടതകളിലൂടെ അവൻ കടന്നു പോകുമ്പോഴും ദൈവം അനുഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പൊത്തീഫറിൻ്റെ ഭവനത്തിലേക്ക് അവൻ പോകുന്നതും വീണ്ടും അവൻ ചെയ്യാത്ത കുറ്റത്തിന് കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെടുന്നതും, അങ്ങനെ അവിടെയും ദൈവത്തിലുള്ള വിശ്വസ്തത, ദൈവത്തിലുള്ള വിശ്വാസം, ദൈവത്തിലുള്ള വിശുദ്ധി അവനെ വലിയ സ്ഥാനത്തിലേക്ക് ദൈവം അവനെ നടത്തുന്നതായിട്ട്, കൈപിടിച്ച് നടത്തുന്നതായിട്ടൊക്കെ നമുക്ക് തിരുവചനത്തിൽ കാണുവാനായിട്ട് കഴിയും. ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ തിരുവചനത്തിൽ യോസഫ് പറയുകയാണ്, നിങ്ങൾ എനിക്കെതിരെ ദോഷം വിചാരിച്ചു, ദൈവമോ ഇന്നുള്ളതുപോലെ അനേകം ജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു. ജീവിതത്തിൽ അനേക പ്രയാസങ്ങളിലൂടെ, ദോഷങ്ങളിലൂടെ കടന്നുപോയ യോസഫിൻ്റെ ജീവിത അവസാനം അവൻ പറയുകയാണ്, നിങ്ങളെനിക്കെതിരെ ദോഷം വിചാരിച്ചു. വിചാരിക്കുക മാത്രം, അവൻ പ്രവർത്തിക്കുകയും ചെയ്തു. എന്നാൽ ദൈവം ഇന്നുള്ളതുപോലെ അനേകം ജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു. അപ്പോൾ ദൈവത്തിന് അതിൻ്റെ പിന്നിൽ വലിയൊരു ഉദ്ദേശമുണ്ടായിരുന്നു. ഇസ്രായേൽ ജനത മുഴുവനും ക്ഷാമത്തിലാകുമ്പോൾ അവർ പോകുന്നത് മിസ്രൈമിലേക്കാണ്. മിസ്രൈമിൽ ഭരണാധികാരിയായ രാജ്യത്തിൻ്റെ 2ാമത്തെ ചുമതല വഹിക്കുന്ന യോസഫ് അവരെ സഹായിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ വരാൻ പോകുന്ന കാലങ്ങളിലെ പ്രയാസങ്ങൾ മനസ്സിലാക്കിയ ജനതയെ വിടുവിക്കുവാൻ തക്കവണ്ണം, അവർക്ക് ആശ്വാസം പകരുവാൻ തക്കവണ്ണം ഒരു വ്യക്തിയെ ദൈവം അവിടെ രൂപപ്പെടുത്തുന്നതായിട്ട് തിരുവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ്. അങ്ങനെ ദൈവം അവന് നന്മയായത് ചെയ്തു എന്നവൻ പ്രഘോഷിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. യോസഫിൻ്റെ ജീവിതത്തിൽ കഷ്ടതകളിലൂടെ കടന്നു പോകുമ്പോഴൊന്നും ദൈവം തിന്മയായിട്ട് ഒന്നും ചെയ്യുന്നതായിട്ടോ അല്ലെങ്കിൽ പരാതിപ്പെടുന്നതായിട്ടോ നമുക്ക് അവനിൽ നിന്ന് കേൾക്കുവാൻ കഴിയുന്നില്ല. കാരണം ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസവും ദൈവത്തിനു വേണ്ടി അവൻ സ്വയം സമർപ്പിക്കുകയും ചെയ്യുന്നതിൻ്റെ സാഹചര്യമാണ് നമുക്കവിടെയൊക്കെയും കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്. അപ്പോൾ ജോസഫിനെ അപ്രകാരം ഒരു പ്രശ്നത്തിലൂടെ കടത്തിവിടുമ്പോൾ ദൈവത്തിന് അതിന് പിന്നിൽ വലിയൊരു ഉദ്ദേശമുണ്ടായിരുന്നു. അത് നന്മയ്ക്കായിട്ടല്ല. യോസഫിൻ്റെ നന്മ എന്ന് പറയുമ്പോൾ താൽക്കാലികമായി തിന്മയായി തോന്നുന്നതല്ല, പക്ഷേ അത് നന്മയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ വലിയ കരം പ്രവർത്തിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് യോസഫിൻ്റെ ജീവിതത്തിലുടനീളം കാണുവാൻ തക്കവണ്ണം കഴിയുകയാണ്. അതുകൊണ്ട് ജീവിതത്തിൽ പലപ്പോഴും നാം നന്മയെന്ന് കരുതുന്നത് എന്താണ്? നമ്മുടെ ജീവിതത്തിൽ സുഖങ്ങളും സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും വിജയങ്ങളൊക്കെയും നമുക്ക് ലഭിക്കുമ്പോൾ നാം പറയും അത് നന്മയാണ്. തീർച്ചയായിട്ടും ലോകപ്രകാരം അത് നന്മയാണ്. എന്നാൽ ഈ തിരുവചനം അല്ലെങ്കിൽ ഈ തിരുവചനത്തോടനുബന്ധമായിട്ടുള്ള വചനങ്ങൾ നാം വായിക്കുമ്പോൾ ദൈവം എന്താണ് നന്മ എന്ന് കരുതിയിരിക്കുന്നത്? ഈ തിരുവചനത്തിൽ നാം വായിക്കുകയാണ്, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവൻ്റെ ഉദ്ദേശമനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകല കാര്യങ്ങളും അവൻ നന്മയ്ക്കായി പ്രവർത്തിക്കുന്നു എന്ന് നാം അറിയുന്നു. നന്മയ്ക്കായി പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ ദുഃഖങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ അത് നന്മയാണെന്ന് നമുക്കൊരിക്കലും അവകാശപ്പെടുവാൻ കഴിയുകയില്ല. നമുക്ക് പലപ്പോഴും വിശ്വസിക്കുവാനും കഴിയുകയില്ല. എന്തുകൊണ്ടാണ് ദൈവം എന്നെ ഈ അവസ്ഥയിലൂടെ കടത്തിവിടുന്നത് എന്നുപോലും ഒരുപക്ഷെ നാം ചോദിക്കുന്നവരാകാം. എന്നാൽ തുടർന്നുള്ള തിരുവചനത്തിലേക്ക് നാം വരുമ്പോൾ 29-ാമത്തെ തിരുവചനത്തിൽ വായിക്കുകയാണ്, അവൻ മുൻകൂട്ടി അറിഞ്ഞവരെ
തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാക്കുവാൻ അവൻ മുൻ നിയമിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവം മുൻകൂട്ടി അറിഞ്ഞവരെ, അതായത് വിളിക്കപ്പെട്ടവരെ, തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന്. അപ്പോൾ യേശു നമുക്ക് വേണ്ടി കഷ്ടങ്ങളും പീഡനങ്ങളും സഹിച്ച് അവൻ നമ്മുടെ മൂത്ത സഹോദരൻ അല്ലെങ്കിൽ അനേകം സഹോദരന്മാരിൽ ആദ്യജാതൻ ആകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ. അപ്പോൾ യേശുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ ആണ് നമ്മളെ പ്രയാസങ്ങളിലൂടെ ഒക്കെയും ദൈവം കടത്തിവിടുന്നതെന്ന് ഈ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പലപ്പോഴും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നാം ഇത് എത്രത്തോളം മനസ്സിലാക്കാറുണ്ട്. ദൈവം ഒരു പ്രയാസത്തിലൂടെ കടത്തിവിടുമ്പോൾ അത് നന്മയാണെന്ന് ചിന്തിക്കുവാൻ നമുക്ക് കഴിയുകയില്ല. പക്ഷേ എന്താണ് നന്മ എന്ന് പറയുന്നത്? നാം യേശുവിനെ പോലെ യേശുവിൻ്റെ സ്വരൂപത്തിലാകുവാൻ നമ്മെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നതുകൊണ്ട് ആ അവസ്ഥയിലൂടെ ദൈവം നമ്മളെ പലപ്പോഴും കടത്തിവിടും. കാരണം യേശുവിൻ്റെ ജീവിതം നമുക്കറിയാം. യേശു ഈ ഭൂമിയിലേക്ക് വന്നു. അവൻ ഇവിടെ നിന്ന് മടങ്ങിപ്പോയി പിതാവിൻ്റെ സന്നിധിയിൽ അല്ലെങ്കിൽ പിതാവിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുകയാണ്. പക്ഷേ ആ ഒരു വലിയ പദവിയിലേക്ക് വരുവാൻ യേശു സഹിച്ച പീഡനങ്ങളും നിന്ദകളും പരിഹാസങ്ങളും വേദനകളും എത്രയോ അധികമായിരുന്നു. നാം ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ നാം വായിക്കുകയാണ് 5-ാമത്തെ തിരുവചനത്തിൽ, ക്രിസ്തുയേശുവിനുണ്ടായിരുന്ന അതേ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ. അപ്പോൾ ഓരോരുത്തരെക്കുറിച്ചും, നമ്മെ ഓരോരുത്തരെക്കുറിച്ചും, ദൈവത്തെ സ്നേഹിക്കുന്നവരെക്കുറിച്ച് ദൈവത്തിൻ്റെ ഉദ്ദേശം യേശുക്രിസ്തുവിൻ്റെ മനോഭാവത്തിലേക്ക് നാം ആയിത്തീരുക എന്നുള്ളതാണ്. യേശു ക്രിസ്തുവിൻ്റെ മനോഭാവം എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ദർശനവും യേശുക്രിസ്തുവിൻ്റെ ചിന്തകളും യേശുക്രിസ്തുവിൻ്റെ എളിമയും താഴ്മയും വിനയവും ഒക്കെയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. യേശുവിൻ്റെ ആർദ്രത, മനസ്സലിവ്, തൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന ഓരോരുത്തരുടെയും ആവശ്യങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചവരെ ആശ്വസിപ്പിക്കുന്ന കർത്താവിനെ നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ ഇത് നമ്മളിൽ ഓരോരുത്തരും ഉണ്ടാകുവാൻ, ദൈവസ്വരൂപത്തിലേക്ക് നാം ഓരോരുത്തരും ആയിത്തീരുവാൻ ആണ് പലപ്പോഴും പ്രയാസങ്ങളിലൂടെ ഒക്കെയും ഒരുപക്ഷെ ദൈവം നമ്മെ കടത്തിവിടുന്നത്. അപ്പോൾ നന്മകളും നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളൊക്കെയും നമ്മുടെ സ്വഭാവ രൂപീകരണത്തിലേക്ക് യേശുവിനെ പോലെ ആയിത്തീരുവാൻ തക്കോണമുള്ള ഒരു പ്രോസസ്സാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കോണം കഴിയണം. നാം റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ തിരുവചനത്തിൽ വായിക്കണം. അവൻ മുൻ നിയമിച്ചവരെ വിളിക്കുകയും വിളിച്ചവരെ നീതീകരിക്കുകയും നീതീകരിച്ചവരെ തേജസ്കരിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വിളിയിലേക്ക് വന്ന ഒരു വ്യക്തി വിളി കൊണ്ട് പൂർണ്ണമാകുകയല്ല, വിളിക്കപ്പെട്ടവർ അനേകർ, തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കം. അപ്പോൾ ദൈവവിളിയിലേക്ക് വന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആ വിളിയിൽ അവൻ നിലനിന്ന് അടുത്ത സ്റ്റെപ്പിലേക്ക്, അതായത് നമ്മുടെ വായിക്കുകയാണ്, അവൻ മുൻ നിയമിച്ചവരെ വിളിക്കുകയും വിളിച്ചവരെ നീതീകരിക്കുകയും. അപ്പോൾ ജീവിതത്തിൽ കഷ്ടങ്ങളിലൂടെയും അനീതികൾ നേരിടേണ്ട സാഹചര്യങ്ങളിലൊക്കെയും കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അനീതിയായിട്ട് ഒന്നും ഉണ്ടാകാതെ നാം നീതീകരിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് നയിക്കപ്പെടുവാൻ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ മുഖാന്തരമൊരുക്കും. തുടർന്ന് നീതീകരിച്ചവരെ തേജസ്കരിക്കുകയും. അപ്പോൾ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് തേജസ്കരിക്കുന്ന അവസ്ഥയാണ്. പലപ്പോഴും നമ്മുടെ ഈ സ്വഭാവ രൂപീകരണം ദൈവത്തിൽ ഉള്ള വിശ്വാസത്തിൽ നമ്മെ വളർത്തുവാനും ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കുവാനും ദൈവ സ്വഭാവത്തിൽ ക്രിസ്തുവിനോടുള്ള സാദൃശ്യത്തിൽ നാം ആയിത്തീരുവാൻ തക്കോണം ദൈവം നമ്മെ ഒരുപക്ഷെ ഈ പ്രക്രിയയിലൂടെയൊക്കെയും കടത്തിവിടുകയാണ്. അതുകൊണ്ട് ജീവിതത്തിൽ നന്മകൾ മാത്രമേ, വിജയങ്ങൾ മാത്രമേ, അനുഗ്രഹങ്ങൾ മാത്രമേ നമുക്ക് ഉണ്ടാകുകയുള്ളൂ എന്ന് നാം ഒരിക്കലും ചിന്തിക്കരുത്. അതുകൊണ്ടാണ് ഈ വചനം പലപ്പോഴും തെറ്റിദ്ധരിക്കുന്നത്. ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ, ലൗകികമാകുന്ന അനുഗ്രഹങ്ങൾ തീർച്ചയായിട്ടും അനുഗ്രഹങ്ങളാണ്. എന്നാൽ അതിനേക്കാൾ ഉപരിയായി ആത്മീയ അനുഗ്രഹങ്ങൾ എന്ന് പറയുന്നത് തേജസ്കരിക്കപ്പെടുന്ന ഒരവസ്ഥയാണ്. അല്ലെങ്കിൽ ഈ ലോക ജീവിതത്തിന് ശേഷം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് എത്തുവാൻ തക്കോണം നമ്മെ രൂപപ്പെടുത്തുന്ന യേശുവിൻ്റെ സ്വഭാവത്തോട് അനുരൂപരാകുന്ന ഒരു സാഹചര്യം, ഒരു പ്രോസസ്സിലൂടെ നാം കടന്നു പോകേണ്ടി വരും. അപ്പോൾ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലും പ്രശ്നങ്ങളും കടന്നു വരുമ്പോൾ അതിന് പിന്നിൽ ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ട്.
ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്നൊരു വിശ്വാസം ദൈവഭക്തനാകുന്ന ഒരു വ്യക്തിയിൽ എപ്പോഴും ഉണ്ടാകണം. കർത്താവ് പറയുന്നുണ്ട്, നിങ്ങളുടെ തലയിലെ മുടി പോലും കൊഴിയുന്നത് എണ്ണപ്പെട്ടിരിക്കുന്നു. അപ്പോൾ വളരെ നിസ്സാരമായ കാര്യമാണ്, നാം പോലും അറിയുന്നില്ല നമ്മുടെ തലയിലെ മുടി കൊഴിയുന്നത്. എന്നാൽ അതുപോലും എണ്ണപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാം അറിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഒരുപക്ഷെ ഇന്ന് ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലൂടെ, കഷ്ടങ്ങളിലൂടെ, വേദനകളിലൂടെ, ഒറ്റപ്പെടുത്തലിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഈ ദൈവവചനം കേൾക്കുന്നുവെങ്കിൽ, സഹോദര സഹോദരി, ദൈവം നമ്മെ സ്നേഹിക്കുന്നു. ദൈവം സ്നേഹവാൻ. അവൻ ഒരിക്കലും തിന്മയാൽ നമ്മെ പരീക്ഷിക്കുന്ന ദൈവമല്ല. യാക്കോബ് ശ്ലീഹ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് 1-ാം അധ്യായത്തിൽ. അവൻ തിന്മയായി നമ്മെ ഒരിക്കലും പരീക്ഷിക്കുകയില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മെ അവനോടൊപ്പം അവൻ്റെ സ്വരൂപത്തിലാക്കുവാൻ, അവൻ്റെ ഏതാകുന്ന മനോഭാവത്തിലേക്ക് നാം ഓരോരുത്തരും വരുവാൻ തക്കവണ്ണം, വിശുദ്ധിയിലേക്ക് നമ്മെ നയിക്കുവാൻ തക്കവണ്ണം ദൈവം ഈ പ്രക്രിയയിലൂടെ ഒരുപക്ഷെ നമ്മെ കടത്തിവിടും. കർത്താവ് പറയുന്നുണ്ട്, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കുവിൻ. അപ്പോൾ ഈ വിശുദ്ധീകരണം എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയുമുള്ള തെറ്റുകളും കുറ്റങ്ങളും കണ്ടെത്തുവാനും അവ ഉപേക്ഷിച്ചുകൊണ്ട് ദൈവകൃപയിൽ വളരുവാനും പലപ്പോഴും ജീവിതത്തിൽ പ്രയാസങ്ങളിലൂടെ, വേദനകളിലൂടെ, പരാജയങ്ങളിലൂടെയൊക്കെ നാം കടന്നു പോകേണ്ടി വരും. അതിൻ്റെ അർത്ഥം ദൈവം നമ്മെ അറിയുന്നില്ല, ദൈവം നമ്മെ ഉപേക്ഷിച്ചിരിക്കുന്നു ഒന്നുമല്ല. പിന്നെയോ ദൈവം നമ്മെ സ്നേഹിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹം അഗാധമായ സ്നേഹമാണ്. നമുക്കറിയാം, മുടിയനായ പുത്രൻ്റെ ഉപമ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അവന് പിതാവിൽ നിന്നും അർഹമായതൊക്കെയും അവൻ്റെ വീതമൊക്കെയും വാങ്ങി അവൻ കടന്നു പോവുകയാണ്. അവൻ മറ്റ് രാജ്യത്ത് പോയി ദൂർത്തടിച്ചവൻ ജീവിക്കുകയാണ്. അവസാനം ഭക്ഷണത്തിന് പോലും മാർഗമില്ലാതെ പന്നികൾക്ക് കൊടുക്കുന്ന ഭക്ഷണം ഭക്ഷിക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോഴാണ് അവനായിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് അവന് തിരിച്ചറിവുണ്ടാകുന്നത്. അവൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക ദാസന്മാരെ പോലെ ഒരാളായിത്തീരുവാൻ അവൻ ആഗ്രഹിച്ചവൻ മടങ്ങി വരികയാണ്. എന്നാൽ ആ പിതാവ് ഒരു ചോദ്യവും ചോദിക്കാതെ, വളരെ വിദൂരയിൽ നിന്ന് അവൻ വരുന്നത് നോക്കി നിൽക്കുന്ന പിതാവ്, അവൻ വന്നപ്പോൾ അവനെ ആലിംഗനം ചെയ്ത് അവനെ കുളിപ്പിച്ച് അവന് മോതിരവും വസ്ത്രവുമൊക്കെയും ധരിപ്പിച്ച് അവന് വേണ്ടി ഒരു വലിയ വിരുന്ന് ഒരുക്കുന്ന ഒരു പിതാവിൻ്റെ ഉപമ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അവിടെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് അകന്നു പോയെങ്കിൽ പോലും ദൈവം നമ്മെ സ്നേഹിക്കുകയാണ്. നമ്മുടെ മടങ്ങി വരവിന് വേണ്ടി, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് തിരിച്ചു വരവിന് വേണ്ടി ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അത് ഓരോ തലങ്ങളിലും ജീവിതയാത്രയിൽ ഒരുപക്ഷെ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അത് നമ്മുടെ നന്മയ്ക്കായിട്ടാണ്. അത് നമ്മെ ഒരിക്കലും നശിപ്പിക്കുവാനല്ല, തിന്മ നമ്മുടെ ജീവിതത്തിൽ വരുവാൻ ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ടല്ല. പിന്നെയോ ദൈവം നീതിമാനാകുന്ന ദൈവമാണ്, അവൻ സ്നേഹവാനാകുന്ന ദൈവമാണ്. അവൻ തൻ്റെ മക്കൾക്ക് തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച ഓരോ ദൈവ പൈതലിനും നന്മ മാത്രം കാക്ഷിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് തിന്മയെന്ന് നാം താൽക്കാലികമായി തോന്നുന്ന പ്രയാസങ്ങളെ നേരിടുന്നുവെങ്കിൽ പോലും നാം ഭയപ്പെടാതെ, അവിടെ നിരാശപ്പെടാതെ, പ്രത്യാശയോടുകൂടി ഈ ദൈവവചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ തക്കോണം കഴിയണം. നാം വായിച്ച തിരുവചനത്തിലേക്ക് വരുമ്പോൾ, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്കെന്ന് പറയുമ്പോൾ ദൈവം നമ്മെ സ്നേഹിക്കുന്നുണ്ട്. എന്നാൽ നാം ദൈവത്തെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്? നാം ദൈവത്തെ സ്നേഹിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ഹിതം ആരായുവാനും ദൈവഹിതം അനുസരിച്ച് ജീവിതത്തെ രൂപപ്പെടുത്തുവാനും നമുക്ക് കഴിയുന്നത്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നുപോയി എന്ന് തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ക്രിസ്തുവിനെ അറിഞ്ഞ ഒരു വ്യക്തി, ക്രിസ്തു ജീവിതത്തിൻ്റെ അനുഭവമാക്കിയ ഒരു വ്യക്തി, അവൻ്റെ ജീവിതത്തിൽ യേശുവിനെ അല്ലെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുന്നവനായി തീരുക. അങ്ങനെ സ്നേഹിക്കുന്നവർക്ക് അവൻ്റെ ഉദ്ദേശമനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് തന്നെ. അപ്പോൾ അവൻ്റെ വിളിയിലേക്ക് വന്നിരിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ അവൻ എല്ലാ കാര്യങ്ങളും നന്മയ്ക്കായി പ്രവർത്തിക്കുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതേത് കാര്യമായിരുന്നാലും നാം ഒരുപക്ഷെ അത് തിന്മയെന്ന് നാം ചിന്തിക്കുന്ന കാര്യം, വേദനയുണ്ടാക്കുന്ന, രോഗങ്ങളുണ്ടാക്കുന്ന, ഒറ്റപ്പെടുത്തുന്ന, മാനസിക പ്രയാസങ്ങളുണ്ടാക്കുന്ന ഏത് വിഷയമായിരുന്നാലും അത് മാറ്റി നന്മയിലേക്ക് അത് നയിക്കുവാൻ ദൈവത്തിന് സാധ്യമാണ്. യോസഫിൻ്റെ അനുഭവം അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം നമുക്കറിയാം, ദൈവവചനത്തിൻ്റെ ആദ്യത്തെ പുസ്തകത്തിൽ ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ് യോസഫിൻ്റെ ജീവിതം. അവൻ ചെയ്യാത്ത കുറ്റത്തിന് അവൻ്റെ സഹോദരന്മാരുടെ അസൂയ മൂലം അവൻ പീഡിപ്പിക്കപ്പെടുകയാണ്. അവനെ അടിമയായിട്ട് വിൽക്കുകയാണ്.
അവൻ അന്യരാജ്യത്തേക്ക് അവനെ കൊണ്ടുപോവുകയാണ്. ആരുമില്ലാത്ത ഒരു രാജ്യത്ത് അവന് ഏറെ കഷ്ടതയിലൂടെ, വേദനയിലൂടെ, പ്രയാസത്തിലൂടെയൊക്കെയും അവൻ കടന്നു പോകുന്നതായിട്ടും, പക്ഷെ അവിടെയൊക്കെയും ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസവും വിശ്വസ്തതയും വിശുദ്ധിയും അവനെ ദൈവം മാനിച്ച് ദൈവം അവനോട് കൂടെ ഇരിക്കുന്നതായിട്ടും, കഷ്ടങ്ങളിലും കാരാഗ്രഹത്തിലും ദൈവം അവനോട് കൂടെ ഇരുന്നു എന്ന് നമ്മുടെ വായിക്കുന്നുണ്ട്. അപ്പോൾ കാരാഗ്രഹത്തിൻ്റെ അവസ്ഥയിലൂടെ ഒരുപക്ഷെ നാം കടന്നു പോകുന്നുവെങ്കിൽ പോലും അവിടെയും ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്കുണ്ട്. നമുക്ക് തിരുവചനത്തിലേക്ക്, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ ദൈവത്തെ പാടി സ്തുതിക്കുന്നതായിട്ട് നമുക്ക് വായിക്കുവാൻ തക്കോണം കഴിയും. അങ്ങനെ അവർ പാടി സ്തുതിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ അവിടെ കടന്നു ചെന്ന് അവരെ കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിക്കുന്നതായിട്ടും നാം അവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് പ്രയാസങ്ങളുടെ, പ്രശ്നങ്ങളുടെ, പ്രതിസന്ധികളുടെ അവസ്ഥകളിൽ നാം തളർന്നു പോവുകയല്ല, നിരാശപ്പെട്ടു പോവുകയല്ല. പിന്നെയോ എൻ്റെ ദൈവത്തിന് അതിനൊരു ഉദ്ദേശമുണ്ട്. അത് നമ്മുടെ ദോഷത്തിനല്ല, പിന്നെയോ നമുക്കത് നന്മയായി തീരുവാനത്രേ എന്ന് നാം മനസ്സിലാക്കുവാൻ തൊക്കെ നമുക്ക് കഴിയണം. നാം യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ തിരുവചനത്തിലേക്ക് നാം വരുമ്പോൾ ഇപ്രകാരം വായിക്കുന്നു: പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, എന്തെന്നാൽ അവൻ യോഗ്യനെന്ന് തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ജീവകിരീടം പ്രാപിക്കും. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്നാണ് യാക്കോബ് ശ്ലീഹ പറയുന്നത്. അപ്പോൾ പരീക്ഷ എന്ന് പറയുമ്പോൾ പലതരങ്ങളിലുള്ള പരീക്ഷകളെ നാം അഭിമുഖീകരിക്കുന്നവരാണ്. വേദനകളുടെയും യാതനകളുടെയും രോഗങ്ങളുടെയും ഒറ്റപ്പെടുത്തലിലൂടെയും നമ്മളെ അപഹസിക്കുന്ന സാഹചര്യങ്ങളിലൂടെയൊക്കെയും നാം കടന്നു പോകുമ്പോൾ അതൊരു പരീക്ഷയായിട്ട് ഏറ്റെടുത്ത് ആ പരീക്ഷ സഹിച്ച് ദൈവത്തിൻ്റെ നാമത്തിൽ അതിനെ നാം സന്തോഷത്തോടുകൂടി സ്വീകരിക്കുമ്പോൾ അത് നന്മയിലേക്ക് നയിക്കുന്ന ഒരു വലിയ അവസ്ഥ അവിടെ സംജാതമാകുമെന്ന തിരുവചനം നമ്മെ ഓർപ്പിക്കുകയാണ്. അതാണ് യാക്കോബ് ശ്ലീഹ പറയുന്നത്, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. പലപ്പോഴും ഭാഗ്യവാൻ എന്ന് നാം ചിന്തിക്കുന്നത് ആരാണ്? ഈ ലോകത്തിൻ്റെ അനുഗ്രഹങ്ങളുള്ള വ്യക്തികൾ, വലിയ ഭവനമുള്ള, വലിയ ജോലിയുള്ള, വലിയ സമ്പത്തുള്ള, വലിയ സൗന്ദര്യമുള്ള, മറ്റുള്ളവരാൽ ആദരിക്കപ്പെടുന്ന വ്യക്തികളെയൊക്കെയും ഭാഗ്യവാന്മാർ എന്നൊരു പക്ഷേ നാം ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർപ്പിക്കുകയാണ്, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. കാരണം ഇതാണ് തുടർന്ന് നാം വായിക്കുന്നത്: എന്തെന്നാൽ അവൻ യോഗ്യനെന്ന് തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ജീവകിരീടം പ്രാപിക്കും. അപ്പോൾ ഈ ലോകത്തിൻ്റെ സുഖങ്ങളും ലോകത്തിൻ്റെ ഭാഗ്യവുമല്ല, അതിനേക്കാൾ അപ്പുറമായൊരു ഭാഗ്യം നിത്യജീവൻ പ്രാപിക്കുക എന്നുള്ളതാണ്. ഈ ലോക ജീവിതം കഴിഞ്ഞ് ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തുമ്പോൾ നമ്മുടെ പ്രാഗൽഭ്യം ഈ ലോകത്തിൽ നാം എങ്ങനെ ജീവിച്ചു, എങ്ങനെ നാം ദൈവത്തോട് ചേർന്ന് നടന്നു എന്നുള്ളതിനെ ആശ്രയിച്ചാണ്. അതുകൊണ്ട് ജീവിതയാത്രയിൽ കഷ്ടങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളും നേരിടുമ്പോൾ അവിടെ തളർന്നു പോവുകയല്ല, അവിടെ വീണു പോവുകയല്ല, പിന്നെയോ വിശ്വാസത്തിൽ ഉറച്ച് ദൈവകൃപയിൽ മുമ്പോട്ട് പോകുവാൻ തൊക്കെ നമുക്ക് കഴിയണം. അതിന് നമുക്ക് സാധ്യമാകുന്നത് ദൈവവചനത്തിൽ ആശ്രയിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം നയിക്കുമ്പോൾ മാത്രമേ സാധ്യമാകുകയുള്ളൂ. പലപ്പോഴും ഈ ദൈവവചനമാണ് നമ്മെ ശക്തീകരിക്കുന്നതെന്ന് നാം ചിന്തിക്കാറില്ല. നാം 119-ാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ 119-ാം സങ്കീർത്തനത്തിൻ്റെ 28 മുതലുള്ള തിരുവചനത്തിൽ നാം വായിക്കുകയാണ്: എൻ്റെ പ്രാണൻ വിഷാദം കൊണ്ട് ഉരുകുന്നു, നിൻ്റെ വചനപ്രകാരം എന്നെ ശക്തീകരിക്കണമേ. ദൈവത്തിൻ്റെ വചനം നമ്മെ ശക്തീകരിക്കുന്ന വചനമാണ്, നമ്മെ ശുദ്ധീകരിക്കുന്ന വചനമാണ്. ദൈവത്തിൻ്റെ വചനം നമ്മെ ആശ്വാസം നൽകുന്ന ദൈവത്തിൻ്റെ വചനമാണ്. തുടർന്ന് നാം വായിക്കുകയാണ്: വ്യാജമാർഗം എന്നിൽ നിന്ന് അകറ്റണമേ, നിൻ്റെ ന്യായപ്രമാണം എനിക്ക് കൃപയോടെ നൽകണമേ. വിശ്വസ്തതയുടെ മാർഗം ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു, നിൻ്റെ വിധികൾ എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. ഞാൻ നിൻ്റെ സാക്ഷ്യങ്ങളോട് പറ്റിയിരിക്കുന്നു, യഹോവയെ നീ ലജ്ജിപ്പിക്കരുത്. നീ എൻ്റെ ഹൃദയം വിശാലമാക്കുമ്പോൾ ഞാൻ നിൻ്റെ കൽപ്പനകളുടെ വഴിയിൽ ഓടും. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിത പ്രയാസങ്ങളുടെ സാഹചര്യങ്ങളിൽ കടന്നു പോകുമ്പോൾ ദൈവവചനമാണ് നമ്മെ ശക്തീകരിക്കുകയും നമ്മെ ശുദ്ധീകരിക്കുകയും നമ്മെ ബലപ്പെടുത്തുകയും ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവവചനം വായിക്കുവാനും ധ്യാനിക്കുവാനും ദൈവവചനത്തിൽ ആശ്രയിച്ച് ഒരു ജീവിതം നയിക്കുവാനും നമുക്ക് കഴിയുമ്പോഴാണ് അതൊക്കെയും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായിട്ട് തീരുന്നത് എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. 2 തിമോത്തിയോസിൻ്റെ 3-ാം അധ്യായം 16-ാമത്തെ തിരുവചനത്തിൽ നാം ഇവിടെ അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ആത്മീയ മകനായ തിമോത്തിയോസിന് എഴുതിയ ഈ 2-ാം ലേഖനത്തിൽ നാം വായിക്കുകയാണ്. 3-ാം അധ്യായം 16-ാമത്തെ തിരുവചനം: എല്ലാ തിരുവെഴുത്തുകളും ദൈവനിവേശിതമാകുന്നു,
അവ ഉപദേശത്തിനും ശാസനയ്ക്കും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള അഭ്യസനത്തിനും പ്രയോജനപ്പെടുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വചനം എന്തിനാണ്? ദൈവവചനം പരിശുദ്ധാത്മാവിനാൽ രചിക്കപ്പെട്ടതാണ്. അവ ഉപദേശത്തിന്, നാം പോകേണ്ടുന്ന വഴി നമുക്ക് കാണിച്ചു തരും. ശാസനയ്ക്ക്, തെറ്റുകൾ ചെയ്യുമ്പോൾ തെറ്റുതിരുത്തലിനും നീതിയിലുള്ള അഭ്യസനത്തിനും പ്രയോജനപ്പെടുന്നു. ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തികൾക്കും പരിപൂർണനും തികഞ്ഞവനുമായി തീരേണ്ടതിന്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സ്വഭാവ രൂപീകരണം ഉണ്ടാകുന്നത് ദൈവവചനം നമ്മളെ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ്. പരിശുദ്ധാത്മാവിനാൽ രചിക്കപ്പെട്ട വചനം. പരിശുദ്ധാത്മാവ് എന്താണ്? പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ ആത്മാവ്. ആ ആത്മാവിൽ രചിക്കപ്പെട്ട ദൈവവചനമാണ് തെറ്റുതിരുത്തുവാനും നീതിയിലുള്ള അഭ്യസനത്തിനും നമ്മെ പൂർണ്ണരാക്കുവാൻ, ദൈവത്തിൻ്റെ സന്നിധിയിൽ പരിപൂർണരും തികഞ്ഞവരുമായി തീരുവാൻ തക്കവണ്ണം നമ്മളിലൂടെ ആ വചനം ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ദൈവിക അല്ലെങ്കിൽ ആത്മീയ ജീവിതത്തിൽ പലപ്പോഴും പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ, പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ അത് നന്മയ്ക്കായിട്ടാണ്. ദൈവം അതിൻ്റെ പിന്നിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. നമ്മെ ശുദ്ധീകരിച്ച് നമ്മെ ദൈവകൃപയിൽ നയിച്ച് ദൈവത്തോട് സദൃശ്യമുള്ള സ്വഭാവ രൂപീകരണത്തിലേക്ക് നമ്മെ ആക്കുവാൻ തക്കവണ്ണം പലപ്പോഴും നമ്മുടെ സ്വഭാവങ്ങളുടെ വീഴ്ചകളെ മാറ്റിക്കൊണ്ട് വിശുദ്ധി പ്രാപിപ്പാൻ തക്കവണ്ണം ഇപ്രകാരമുള്ള പ്രോസസ്സിലൂടെ ദൈവം കടത്തിവിടുമെന്ന് ഈ തിരുവചനം, തുറന്നുള്ള തിരുവചനം 8-ാം അധ്യായം, റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 28, 29, 30 തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് കർത്താവിൽ സഹോദരങ്ങളെ, ജീവിതത്തിൻ്റെ ഏതെങ്കിലും പ്രയാസ, പ്രശ്ന, പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഈ വചനം കേൾക്കുന്നുവെങ്കിൽ ദൈവവചനത്തിൽ അധിഷ്ഠിതമായൊരു ജീവിതം നയിച്ച് അത് നമ്മെ ശക്തീകരിക്കുകയും ശുദ്ധീകരിക്കുകയും യേശുവിൻ്റെ സ്വഭാവത്തിലേക്ക് നമ്മെ വളരുവാൻ മുഖാന്തരമൊരുക്കുകയും ചെയ്യുമെന്ന് വിശ്വസിച്ചുകൊണ്ട് വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം. ദൈവം അതിനായി നമ്മെ സഹായിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.